പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു ലോഞ്ചിങ്. എല്ലാ പുതുമയുള്ള കാര്യങ്ങളും നമ്മുടെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ മെയിൻ. ഇതില് ഈ വെള്ളം ഇരിക്കുന്ന ഒരു പ്രശ്നം വരാറ്. ഷോർട്ട് ഗൺ 450 റൈഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് റൗണ്ട് ചെയ്തതിനു ശേഷം പറയാം കേട്ടോ. ഷോർട്ട് ഗൺ 650cc റിവ്യൂസ് കേൾക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു ലോഞ്ചിങ് ഗോവയിൽ നടന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് കണ്ടു വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റിവ്യൂസ് എടുക്കാം. ലെറ്റ്സ് വാച്ച്. Thank you. This was meant to be a surprise. It became a bit of a horror show with my clones. Thank you. This is for you guys. Hi friends, റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഷോർട്ട് ഗൺ 650cc വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. റിവ്യൂ ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് FJ ഷോറൂമുകാരാണ്. ഷോർട്ട് ഗൺ 650cc വിശേഷങ്ങളാണ് നമ്മളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ അരവിന്ദ് തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ അരവിന്ദ്, നമസ്കാരം. ഓക്കെ, അരവിന്ദിനെ തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് റിവ്യൂസും സ്പെക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ വ്യക്തമായി ആൾക്കാർക്ക് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള അരവിന്ദിൻ്റെ കഴിവ് ഒരു സ്പെഷ്യൽ തന്നെയാണ്. ഓക്കെ അരവിന്ദ്, പുതിയൊരു മോഡല് എല്ലാവരും ഭയങ്കര ത്രില്ലാണ്. ഈ വണ്ടിയുടെ ലോഞ്ചിങ് ഞാൻ ഗോവയിൽ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇതിനോടൊപ്പം ഇടുന്നുണ്ട്. അത്ര ഗംഭീരമായിട്ടാണ് സിദ്ധാർത്ഥ് ലാൽ ഈ വണ്ടീനെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത്രയ്ക്കും പ്രതീക്ഷയാണ് റോയൽ എൻഫീൽഡിൽ ഈ വണ്ടീനെ പറ്റിയിട്ടുള്ളത്. ഓക്കെ അരവിന്ദ്, നമുക്ക് തുടങ്ങാം. ഒരുപാട് കാര്യങ്ങൾ പറയാണെന്ന് തോന്നുന്നു. എൻറ്റയർലി ചേഞ്ച് ആണ് ശരിക്കും വണ്ടിക്ക് വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഓക്കെ. അതിൽ തന്നെ നാലാമതായി ഇറങ്ങിയിരിക്കുന്ന വേർഷൻ 650cc നാലാമത്തെ ഓക്കെ. ഇന്റർസെപ്റ്റർ GT നമ്മൾ ട്വിൻസ് ആണ് പറയാറ്. സൂപ്പർ മീറ്റിയോർ നമ്മുടെ മീറ്റിയോറിന്റെ 650യുടെ രീതിയിലാണ് 650യുടെ മീറ്റിയോർ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഓക്കെ, തന്നെ ഇപ്പോൾ 1 ഇയർ തന്നെ അടുത്ത 650 നമ്മൾ ലോഞ്ച് ആക്കാണ് ഷോർട്ട് ഗൺ എന്നുള്ള ടോപ്പിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്റർസെപ്റ്റർ GT എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി 60s ഉണ്ടായിരുന്ന 70s ഉണ്ടായിരുന്ന വണ്ടികളായിരുന്നു ഇന്റർസെപ്റ്റർ GT എന്ന് പറയുന്നത്. അത് 650 പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന ഒരു റെട്രോ സ്റ്റൈലിംഗ് എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളായിരുന്നു അത്. ഷോർട്ട് ഗണ്ണിലേക്ക് വരുമ്പോൾ 650cc പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി ഒരു ന്യൂ ജനറേഷൻ സെഗ്മെന്റിലാണ് ഇത് വണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഇൻസ്പയർഡ് ബൈ കസ്റ്റം ഫോർ കസ്റ്റമർ ടാഗ് ലൈൻ. ഓക്കെ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ? കസ്റ്റം നമുക്ക് ഇഷ്ടമുള്ള കളറിൽ കാര്യങ്ങൾക്ക് ഈ വണ്ടീനെ കളർ കോമ്പിനേഷൻ കൊണ്ടുവരാൻ പറ്റുന്നതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, കളർ കോമ്പിനേഷൻ കസ്റ്റമൈസേഷൻ വണ്ടികളിൽ നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റമൈസേഷൻ ചെയ്യാൻ ഓപ്ഷൻ. ഓക്കെ, മറ്റു വണ്ടികളിൽ അത്രയും വരുന്നില്ല എന്നല്ലേ? ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഒരു അത്യാവശ്യം യുഗത്തായിട്ടുള്ള ആൾക്കാർക്ക് 650cc പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് ഗൺ വേണമെങ്കിൽ പ്രിഫർ ചെയ്യാം. ഓക്കെ, സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. ഓക്കെ.
റോഡ് പ്രസൻസ് ഭയങ്കരമായിട്ട് ഈ വണ്ടിക്ക്. ഇന്റർസെപ്റ്ററും GT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 650cc ആണെങ്കിൽ ഒരു റെട്രോ സ്റ്റൈലിംഗ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇതിലേക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. പ്ലാറ്റ്ഫോം സെയിം അരവിന്ദ്, നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് കിടക്കാം. ഒരു നമുക്ക് ടാങ്ക് തൊട്ട് തുടങ്ങാം അല്ലേ? ടാങ്ക് ഒരു പുതിയ സ്റ്റൈലിഷ് ആയിട്ടൊരു ടാങ്കാണ് നമ്മളിവിടെ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റോയൽ എൻഫീൽഡിന് മുന്നേ ഇങ്ങനെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ടാങ്ക് വന്നിട്ടില്ല. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 13.8 ലിറ്ററാണ് ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അറൗണ്ട് ഒരു +or- 4 ലിറ്റർ നമുക്ക് റിസർവ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഒരു വൺ ടൈം ഫിൽ ചെയ്താൽ തന്നെ നമുക്കൊരു ആവറേജ് ഒരു 400-500 കിലോമീറ്റർ നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണ്ടി വരും. ഒരു പ്രത്യേക രസം ഉണ്ടല്ലോ ടാങ്ക് കാണുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു ടാങ്ക് ഇതിന് മുന്നേ 7 കൊല്ലമായിട്ട് റോയൽ എൻഫീൽഡ് വർക്ക് ചെയ്തിട്ട് നീ ത്രില്ലഡാണ് ഇങ്ങനത്തെ ഒരു ഡിസൈനിലല്ലേ? അതെ, അതിന്റെ കളർ കോമ്പോയും അതിന്റെ വരുന്നത് രസമാണ്. പിന്നെ പറയാം. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ എഞ്ചിനിലോട്ടാണ്. എഞ്ചിനിലോട്ട് സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് വരുന്നത്. ഗ്ലോസി ബ്ലാക്കിലേക്ക് ഗ്ലോസി ഇതിലേക്ക് ഒരു ഫിനിഷിങ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ മുന്നത്തെ വേർഷൻസിൽ അത് ഉണ്ടായിരുന്നില്ല, മാറ്റ് ഫിനിഷിംഗ് ആയിരുന്നു. അതിന്റെ പവർ വരുന്നത് 48.2 bhp തന്നെയാണ്. 54 Nm ടോർക്കും നമ്മൾ ഇതിലേക്ക് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. സാധാരണ 650cc എഞ്ചിനിൽ കാണുന്നത്. സൈലൻസറിലോട്ട് വരുമ്പോൾ നമുക്ക് സിലിണ്ടർ ട്വിൻ സിലിണ്ടർ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഡബിൾ സിലിണ്ടർ. ഓക്കെ, 650cc എല്ലാ വേർഷനിലും നമുക്ക് ട്വിൻ സിലിണ്ടർ തന്നെയാണ് വരുന്നത്. സിലിണ്ടർ വരുമ്പോൾ ട്വിൻ സിലിണ്ടർ ആണ് വരുന്നത്. ബാക്കിലെ ലൈറ്റ്സ് വരുമ്പോൾ കുറച്ചും കൂടി ആ ഒരു പഴയ ഒരു ഓവൽ ഷേപ്പിൽ ലൈറ്റ്സ് വരുന്നുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട് ബാക്കിൽ. പിന്നെ നമ്മുടെ വീൽസും കാര്യങ്ങളും വരുമ്പോൾ എല്ലാം അലോയ് വീൽസ് ആണ്. അലോയ് വീൽസ് ആണ് വരുന്നത്. അതിന്റെ സ്പെഷ്യാലിറ്റി ആണല്ലേ? ഈ അലോയ് വീൽ പുതിയ തരം അലോയ് വീലാണ്. ഇപ്പോൾ സൂപ്പർ മീറ്റിയോറിലോ അല്ലെങ്കിൽ 650 മറ്റ് ഇന്റർസെപ്റ്ററിലോ GT കാണുന്ന അലോയ് വീലല്ല. വേർഷൻ ഓഫ് അലോയ് വീലാണ് ഞാൻ കണ്ടപ്പോൾ ശ്രദ്ധിച്ചത്. ഓക്കെ, ഈ ബ്രേക്കിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അതെ, അതുപോലെ ബ്രേക്ക് സിസ്റ്റം വരുമ്പോൾ ഫ്രണ്ട് ബാക്ക് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ്. ഡിസ്ക് ബ്രേക്ക് വിത്ത് ഡ്യുവൽ ചാനൽ ABS നമ്മൾ ഇതിലേക്ക് വരുന്നത്. ടയേഴ്സ് കുറച്ച് വൈഡ് ആയിട്ടുള്ള ടയേഴ്സ് ആണ്. 18 ടയർ സൈസ് വരുന്നത്. ബെറ്റർ റൈഡിങ് കംഫർട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ വരുമ്പോൾ നമുക്ക് സസ്പെൻഷൻ ഷോവഡയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സൂപ്പർ മീറ്റിയോറിന് ഷോവഡ് തന്നെയാണ് വരുന്നത്. നമുക്ക് കുറച്ച് ക്വാളിറ്റി കൂടിയ സസ്പെൻഷൻ. എഞ്ചിൻ എയർ കൂൾഡാണ്, ഓയിൽ കൂൾഡ് അല്ല. പക്ഷേ എഞ്ചിൻ എയർ ഹീറ്റ് ആകുന്നതോറും ഉള്ളിലത്തെ ഓയിലും ഹീറ്റിംഗ് കൂടി വരും. അപ്പൊ അതിനെ കൂൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ കൂൾ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഓയിൽ കൂൾഡ് എഞ്ചിൻ അല്ല, എയർ ഓയിൽ കൂൾ. അതുകൊണ്ട് എയർ ഓയിൽ കൂൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, സസ്പെൻഷന്റെ കേസ് പറഞ്ഞു. സീറ്റിംഗിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് സീറ്റ് റിമൂവബിൾ ആണ്. അതെ, സിംഗിൾ സീറ്റ് ആയിട്ട് നമുക്ക് ഓടിക്കാവുന്ന ബോപ്പർ ടൈപ്പ് എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെ നമുക്ക് യൂസ് ചെയ്ത് കൊണ്ട് നടക്കാം. ഈ ബാക്ക് സീറ്റ് ആവശ്യത്തിന് യൂസ് വെക്കുകയും ചെയ്യാം. ഓക്കെ, അത് ഊരാനുള്ള ഓപ്ഷൻ ഇതിലേക്ക് വരുന്നുണ്ട്. അതൊന്നും കാണിച്ചത് ഒരു പുതുമയുള്ള ഒരു കാര്യമാണല്ലോ. എല്ലാ പുതുമയുള്ള കാര്യങ്ങളും നമ്മുടെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, ഇങ്ങനൊരു കൺസെപ്റ്റാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് ഓപ്ഷൻ ഉണ്ടെന്നല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് റൈഡൊക്കെ സിംഗിൾ ആയിട്ട് പോകുന്ന ഒരാൾക്ക് ലഗേജ് ഒക്കെ വളരെ ഭംഗിയായിട്ട് സ്ട്രോങ് ആയിട്ട് വെക്കാനൊക്കെ ആയിട്ട് പറ്റുന്നല്ലേ? ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ എന്തൊക്കെ പുതുമകളാണ് വന്നിട്ടുള്ളത്? ക്ലസ്റ്റർ ആണ് ഇതിലേക്ക് വരുന്നത്. നമ്മൾ സൂപ്പർ മീറ്റിയോർ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം സെയിം ക്ലസ്റ്റർ തന്നെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഗിയർ ഇൻഡിക്കേഷൻ, ട്രിപ്പ് ഓപ്ഷൻ, ടൈമിംഗ് വരുന്നുണ്ട്, വാർണിംഗ് ലൈറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് നാവിഗേഷൻ മീറ്ററും കൂടി വരുന്നുണ്ട്. 650 നമുക്ക് ഇന്റർസെപ്റ്റർ GT നാവിഗേഷൻ പിന്നെ ഷോർട്ട്കട്ടിൽ നമുക്ക് നാവിഗേഷൻ മീറ്റർ യൂസ് ചെയ്യാം. ആപ്പ് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാവിഗേഷൻ ഇതിലേക്ക് കാണാനായിട്ട്. സ്വിച്ചസ് എല്ലാം നമ്മൾ റോട്ടർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാറ്റലൈറ്റ്, USB പോർട്ട്, എല്ലാ കാര്യങ്ങളും കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ എല്ലാ ബുള്ളറ്റുകളും ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. മറ്റേ സ്വിച്ചുകളാണ് ഒരു പൊതുവെ എല്ലാ വണ്ടികളിലും ക്യൂബിക് സ്വിച്ചസ്. അതിനൊരു വെറൈറ്റി എന്ന രീതിയിലാണ് അവർ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഹാൻഡ്ലിംഗ് വരുമ്പോൾ ഇതൊരു റോഡ്സ്റ്റർ കാറ്റഗറി ആയതുകൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഫുഡ് റെസ്റ്റ് എന്ന് പറഞ്ഞ കറക്റ്റ് നമ്മുടെ കാലിന്റെ ഫുഡ് റെസ്റ്റ് വരുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫോർവേഡ് പ്രൈസ് ആണ് സൂപ്പർ മീറ്റിയോറിൽ വന്നിരുന്നത്. ഓക്കെ, പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സീറ്റിംഗ് പോസ്റ്റർ ആണ് കിട്ടുന്നത്. കറക്റ്റ് ഒരു റോഡ്സ്റ്റർ ഓടിക്കുന്ന ഒരു പോസ്റ്ററിൽ നമുക്ക് വണ്ടി കുറച്ച് ഭയങ്കര കംഫർട്ടാണ് അല്ലേ? എൻ്റെ ആദ്യത്തെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അത് തന്നെയാണ്, ഡെയിലി യൂസിന് സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഞാനൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കംഫർട്ട് ഇപ്പോൾ നീ ഇപ്പോൾ കയറി ഇരുന്നപ്പോൾ കറക്റ്റ് ആ ഒരു ഫീല് നമുക്ക് മനസ്സിലായി. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു രീതിയിലാണ് വണ്ടി. അപ്പോൾ നമുക്ക് ശരിക്കും ഡെയിലി പർപ്പസിന് ബെസ്റ്റാന്ന് പറയാം, യൂസ് ചെയ്യാമെന്നല്ലേ? ഓക്കെ, ഇനി നമുക്ക്
ഇതിൻ്റെ ഫ്യൂൽ ടാങ്കിന് എന്തൊരു പ്രത്യേകത കൊടുക്കുന്നുണ്ട്? സാധാരണ ട്രഡീഷണൽ ടൈപ്പ് വിട്ടിട്ട് വേറൊരു ടൈപ്പ് ആക്കി കൊടുക്കുന്നുണ്ടെന്നുണ്ടല്ലേ? ഫ്യൂൽ ടാങ്ക് സ്റ്റോപ്പ്. ഓക്കെ. ഇതിൽ ഈ വെള്ളം ഇരിക്കുന്നൊരു പ്രശ്നം വരാറുണ്ട്. ഹോൾസ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഹോൾസ് ത്രൂ പുറത്തേക്ക് വെള്ളം പോകാനുള്ള സംവിധാനം ഇതിന്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ. ഇത് കുറച്ച് സ്റ്റൈലിഷ് ആക്കിയെന്ന് മാത്രമല്ലേ, ട്രഡീഷണൽ ഇതും വിട്ടിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ന്യൂ ജനറേഷൻ കളേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. എല്ലാവരും ബ്ലാക്ക് ഔട്ട് തീമിലാണ് കൊടുത്തിരിക്കുന്നത്. അതും മാറ്റ് അല്ല, ഒരു ഗ്ലോസി ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി കാണാൻ അട്രാക്റ്റീവ് ആവാണ്. കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് കവർ ചെയ്യാനുള്ള മേഖല ഇതിൽ വരുന്നത് നമുക്ക് 4 കളേഴ്സ് ആണ്. ഓക്കെ. നമ്മൾ സ്റ്റാർട്ടിംഗ് കളർ ഷീറ്റ് മെറ്റൽ ഗ്രേ എന്ന് പറഞ്ഞ കളറാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ്. ഒരു 457 നമുക്ക് ഓൺ റോഡ് പ്രൈസ്. 457, അതായത് 4,57,000 രൂപ വരുന്നുണ്ട്. 650 cc നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയിലാണ്? 650 cc ഇന്റർസെപ്റ്ററാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ്. ഓക്കെ. 385 തൊട്ടാണ്. 3,87,000 തുടക്കം വരുന്ന റേറ്റ്. ഓക്കെ. പിന്നെ സൂപ്പർ മീറ്റർ ആണ് നമ്മുടെ ഏറ്റവും കൂടിയ വെർഷൻ. 5 ലാഖിലേക്ക് അടുത്ത് നമുക്ക് അതിന്റെ ടോപ്പ് വേരിയന്റ് വരും. ഓക്കെ. അതിന്റെ ഇടയിലേക്ക് ഈ റേറ്റുകൾ വരുന്നത് 457 എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഷീറ്റ് മെറ്റൽ ഗ്രേ എന്ന് പറഞ്ഞ കളേഴ്സ് വാങ്ങാൻ സാധിക്കും. ഓക്കെ. ഇതിന്റെ ടോപ്പിന്റെ മോഡലാണ് വൈറ്റ് ബ്ലാക്ക് കോംബോ വരുന്നത് അല്ലേ? സെക്കൻഡ് വേരിയന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലാസ്മ ബ്ലൂ, പിന്നെ ഗ്രീൻ ഡ്രിൽ എന്ന് പറഞ്ഞ കളറാണ്. ഇതാണ് ഗ്രീൻ ഡ്രിൽ എന്ന് പറഞ്ഞ കളർ. ഒരു സ്പെഷ്യൽ കളറല്ലേ? ആർമി ടച്ച് ഒക്കെ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ റോഡുകളിൽ അധികം കാണാത്ത ഒരു കളർ കോംബോയാണ്. 470 ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. 470 വരില്ല. പിന്നെ പറഞ്ഞത് സ്റ്റെൻസിൽ വൈറ്റ് എന്ന് പറഞ്ഞ കളർ, വൈറ്റ് ബ്ലാക്ക് കോംബോ ആയിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ടോപ്പിലേക്ക് വരുന്നത്. 482 എന്ന് പറഞ്ഞ റേഞ്ചിലേക്ക് വരുന്നത്. 480 വരുന്നുണ്ട്. ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബുക്കിംഗ് പീരീഡ് വരുന്നുണ്ടോ? ബുക്കിംഗ് പീരീഡ് ആസ് ഓഫ് നൗ ഒരു 1 month ഗ്യാപ്പ് ഉണ്ടായിരിക്കും. 1 month സ്റ്റാർട്ടിംഗ് ആയാണല്ലേ? ഓക്കെ. ഇതിന്റെ ഹെഡ്ലൈറ്റിന് ഒരു പ്രത്യേക ഒരു ഷേപ്പാണ്. സാധാരണ ബുള്ളറ്റിന്റെ ഹെഡ്ലൈറ്റുകൾ എല്ലാത്തിനും ഒരു ഡിഫറൻസ് വരാറുണ്ട്. ഇത് LED ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഹെഡ്ലൈറ്റ്. ഓക്കെ. ഇത് അതിന്റെ ഒരു ഷേപ്പ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അതായത് ഇവിടുന്ന് ഒരു നല്ലൊരു രസമായിട്ട് ഒഴുകി വന്ന് കറക്റ്റ് റൗണ്ട് ഹെഡ്ലൈറ്റ് ആയിട്ട് വണ്ടിക്ക് അതൊരു വേറൊരു പ്രത്യേക ഒരു ഭംഗി കൊടുക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. എല്ലാവരും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ലെൻഫീൽഡ് നമുക്ക് അറിയണ പോലെ തന്നെ ഇനി വരാൻ പോണ വണ്ടികളൊക്കെ എൻറ്റയർലി ഡിഫറൻസും ആയിരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ. അത് ശരിക്കും അവര് നമ്മുടെ അതെ പുതിയ മറ്റേ എഞ്ചിനീയേഴ്സും പുതിയ ഗ്രാഫിക് ടീമും അല്ല വണ്ടീനെ രൂപകൽപ്പന ചെയ്യുന്നത് അതേപോലെയാണ് നമുക്ക് വരുന്നത്. അതിന്റെ മാറ്റങ്ങൾ നമുക്ക് ഇനി വരും കാലങ്ങളിൽ റോയൽ എൻഫീൽഡിൽ കാണാൻ പറ്റും ചെയ്യും. അതിനോടൊപ്പം തന്നെ വിപണി ഫുള്ളായിട്ട് ഇവരെ കയ്യിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ മാർക്കറ്റിംഗ് കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. 250 cc നമുക്ക് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു വെർഷനാണ് റോയൽ എൻഫീൽഡ്. ഓക്കെ. ആ ഒരു കാറ്റഗറിയിൽ നമ്മളാണ് കിങ് എന്ന് പറയാൻ വേണ്ടത്. ഓക്കെ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സിദ്ധാർത്ഥ ലാൽ പോലെയുള്ള പുതുതലമുറയുള്ള ആൾക്കാർ ഇതിന്റെ തലപ്പത്ത് വന്നതിന്റെ ഒരു വലിയൊരു മാറ്റം തന്നെയാണെന്ന് പറയാൻ പറ്റും. നമുക്കിനി ഷോർട്ട് കൺ 650 തമ്പ് നോയ്സ് നമുക്ക് കേൾക്കാം. അരവിന്ദൊന്ന് ഓണാക്കിയടാ, അതുകൊണ്ടൊന്ന് കൊടുത്തേ. ഞാൻ എൻ്റെ ഒരു റൈഡ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. ഷോർട്ട് കൺ 650 റൈഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം പറയാം കേട്ടോ. പല വണ്ടികളും ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും ഇതൊരു വേറൊരു ഫീലാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഷോർട്ട് ഗൺ 650 cc നമുക്കൊരു പ്രത്യേക ഒരു ഫീൽ നമുക്ക് തരുന്നുള്ള കാര്യം ഒരു ഡൗട്ടില്ലാത്ത കാര്യമാണ്. നമ്മളൊരു ഭയങ്കര കംഫർട്ടാണ്. നമുക്കൊരു നമ്മുടെ ഡെയിലി പർപ്പസിനായാലും ഒരു ലോങ് റൈഡിനായാലും വളരെ കംഫർട്ടായിട്ട് നമുക്ക് നമ്മുടെ ഒരു കൂട്ടുകാരനെ പോലെ കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയായിട്ട് ഇത് മാറുന്നുള്ള കാര്യത്തിൽ വലിയൊരു ട്രെൻഡ് ആവുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ബുക്ക് ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് വണ്ടി കിട്ടണമെങ്കിൽ ഹെർട്ടേജിലേക്ക് വരാം. ഹെർട്ടേജ് പൊളിറ്റിക്കൽ ഷോറൂമിലേക്ക് വരാം. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടിനും എല്ലാ സർവീസിനും നിങ്ങൾക്ക് ഹെർട്ടേജ് ഷോറൂമിൽ കൂടിയുണ്ട്. ഓക്കെ. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.
ബൈ.